ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ പറഞ്ഞതുപോലെ നമ്മളിതേ ബൈ റോഡ് ഗോവ പോകുകയാണ് കേട്ടോ. നമ്മൾ 2 പേര് മാത്രമല്ല, 3 പേര്. അപ്പോൾ ഇപ്പോൾ ദേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയതാണ്. സോ ഈ കാണുന്ന ഉടുപ്പി റെസ്റ്റോറൻറ്റ്, ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. നമ്മളിതേ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇനി ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മൾ കാസർഗോഡ് കഴിയാനായിട്ടുണ്ട്. ഈ ഒരു ഒറ്റ മൈൻഡ് എന്ന് പറയില്ലേ, അങ്ങനെ ഇറങ്ങിയതായിരുന്നു കേട്ടോ. ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. ഇന്നലെ നമ്മളൊന്ന് ഷോപ്പിംഗ് ചെയ്യുന്ന ടൈമിൽ ഉണ്ടായ ഒരു ചോദ്യം, നമുക്ക് ഗോവ പോയാലോ? അങ്ങനെ വീട്ടിലെത്തുന്നു, കയ്യിൽ കിട്ടിയ ഡ്രസ്സും എടുത്ത് പാക്ക് ചെയ്ത് മോർണിംഗ് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 2 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് കാലിക്കറ്റ് ടു ഗോവ 12 hours കേട്ടോ ഡ്രൈവ് ചെയ്യുന്നത്. സോ 2 പേരും ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കില്ലെന്ന് കരുതുന്നു. ഗോവനെക്കുറിച്ച് യാതൊരു അറിവുമില്ല കേട്ടോ, ഒട്ടും അറിയത്തില്ല. ഒരൊറ്റ കടലും പാർട്ടി നടക്കുന്ന ബീച്ചസ് ഉണ്ടെന്നറിയാം, അതല്ലാതെ വേറെ ഒരു കുന്തവും ഞങ്ങൾക്ക് 2 പേർക്കും അറിയില്ല. ഈ ഒരു പോകുന്ന വഴിക്കിന് നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്യണം. പിന്നെ ഏത് ബീച്ചെന്ന് ഫസ്റ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് തന്നെ സൗത്ത് ഗോവ ആയിരിക്കും നമ്മുടെ സ്റ്റേ വരുന്നത്. കാസർഗോഡ് എത്തിയ ടൈമിൽ നമ്മൾ വണ്ടിയിൽ തന്നെ ഒന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കറക്റ്റ് നമ്മൾ അധികം ഡിലേ ആക്കാണ്ട് കഴിച്ചുകൊണ്ട് അത്ര അങ്ങോട്ട് ടയേർഡായിട്ടില്ല കേട്ടോ. ഇപ്പോൾ നമ്മളിതേ കേരളം തന്നെ വിട്ട് കർണാടക സ്റ്റേറ്റിലാണ്. വെയിലിൻ്റെ ചൂട് തുടങ്ങിയപ്പോൾ വലിയൊരു സുഖമില്ല കേട്ടോ. എന്നാലും നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇത്രയും ദൂരം ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ പോകുന്നുണ്ട്. സോ കരിക്ക് കണ്ടപ്പോൾ നമ്മളിതേ ഇവിടെ നിർത്തിയതാണ് കേട്ടോ. കാലൊക്കെ പണിയായി തുടങ്ങിയിരിക്കുന്നത്. ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഇനി അങ്ങോട്ട് ഷിൻകാക്കാണ് കേട്ടോ ഡ്രൈവ് ചെയ്യുന്നത്. താങ്ക് യു. ഫുള്ള് വലിക്കും. തീരണോ? കുറച്ചുകൂടി. അപ്പോൾ ഇപ്പോൾ അതേ സമയം ഒരു 2 മണി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലഞ്ച് കഴിക്കണം. അപ്പോൾ നമ്മളിതേ ഈ കാണുന്ന റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച്. സോ അപ്പോൾ നമ്മളിതേ ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മളിനി ഇത് കഴിക്കട്ടെ. ഇനി നമുക്കൊരു 3 hours കൂടിയാണ് കേട്ടോ വരുന്നത്. ഐ എം സോ എക്സൈറ്റഡ്. ആദ്യം ഫുൾ ഉറക്കമാണ് കേട്ടോ, പറയേണ്ട ആവശ്യമേ ഇല്ല ഉറങ്ങാൻ. അതിനുള്ളിൽ നമ്മളിത് സ്റ്റേ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഷിൻകാക്ക. എനിക്ക് ഫോട്ടോസൊന്നും കാണിച്ചു തന്നിട്ടില്ല. ഫസ്റ്റ് എന്തായാലും നമ്മൾ സൗത്ത് ഗോവ ആയിരിക്കും. ഏതാ ബീച്ച് എന്നൊക്കെ ഉള്ളത് ഫുൾ സർപ്രൈസാണ് കേട്ടോ.
നമ്മൾ ഫൈനലി റീച്ച് ആയിരിക്കുന്നു. സോ ഇത് നമ്മൾ പാലോളാണ് കേട്ടോ നമ്മുടെ സ്റ്റേ വരുന്നത്. അപ്പോൾ ദേ ഇവിടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ സ്റ്റേ വരുന്നത്. അപ്പോൾ നമ്മളിതേ അപ്പം തന്നെ ബാഗൊക്കെ വെച്ച് ബീച്ചിലേക്ക് ഇറങ്ങിയതാണ്. നമ്മളിതേ ഒരു 5 PM ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ എത്തുമ്പോൾ. അടി ഞാൻ പിന്നെ കൈ പിടിക്കുക. ഗായ്സ് അടിപൊളി കേട്ടോ, ഭയങ്കര പീസ്ഫുള്ള്. ആദ്യത്തെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇത് അപ്പം അതിലെങ്ങനെ വാ, നമുക്ക് റൂമിൽ പോയിട്ട് വേഗം വരാം കേട്ടോ. ഓക്കെ അതാ. ഇനി നമ്മളിതേ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം എന്തെങ്കിലും ഫുഡ് കഴിക്കണം, ഒന്ന് ഫ്രഷ് ആക്കണം. അപ്പോൾ ഇന്നിനി വേറെ അങ്ങോട്ടും പോകുന്നില്ല. ഇവിടെ പാലോളം തന്നെയാണ് നമ്മളിന്ന് ഫുള്ള്. വേറെ ഏതോ വഴിക്ക് നമ്മൾ ഡിന്നർ ഇതായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഡിന്നർ കഴിച്ച് വീണ്ടും നമ്മൾ ബീച്ചിലേക്ക് തന്നെ ഇറങ്ങി. അവിടെ നിന്ന് ഒരു കോഫിയൊക്കെ കുടിച്ച് കുറച്ചു നേരം ഓരോന്ന് സംസാരിച്ച് അങ്ങനെ ബീച്ചിൽ തന്നെ ഇരുന്നു കേട്ടോ. ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ വളരെ നേരത്തെ കിടന്നുറങ്ങി, ഇന്ന് വളരെ നേരത്തെ എണീറ്റ് ബീച്ചിലേക്ക് വന്നതാണ് കേട്ടോ. ഇന്ന് നമ്മുടെ ഗോവയിലെ 2nd ഡേ ആണ്. വീട്ടിൽ നിന്ന് ഇടയ്ക്കെങ്കിലും ഞാൻ വിചാരിക്കുന്ന കാര്യമാണ് കേട്ടോ ഇങ്ങനെ മോർണിംഗ് എണീറ്റ് ജോഗിങ്ങിന് പോകണം എന്നുള്ളത്. പക്ഷേ ഇന്നേ വരെ എനിക്കത് എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളിതേ ബോട്ടിങ്ങിന് പോവുകയാണ്. ബോട്ട് ഇതേ നീങ്ങാണ്ട് വന്നപ്പോൾ അബ്ബയും മോനും കൂടി പോയിക്കുന്നു കേട്ടോ ഹെൽപ്പാക്കാൻ.
വെറുതെ കേട്ടോ ചുമ്മാ വീഡിയോ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻ മാത്രമാണ്. അപ്പോൾ നമുക്ക് പോകാനുള്ള ബോട്ടാണ് കേട്ടോ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ആദം അപ്പ നമ്മുടെ കൂടെ ഒരു ഫോറിൻ കപ്പിൾ കൂടി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ നമ്മളോട് ചോദിക്കായിരുന്നു എത്ര ദിവസമായി ഇവിടേക്ക് എത്തിയിട്ട്, ഇനി എത്ര ഡേയ്സ് ഉണ്ടാകും. അവരൊരു 2 വീക്സിലേക്കാണ് കേട്ടോ ഇവിടേക്ക് വന്നത്. ശരിക്കും നമ്മളൊരു വെക്കേഷനൊക്കെ എടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 1 വീക്കെങ്കിലും എടുക്കുന്നതായിരിക്കും കേട്ടോ ബെറ്റർ. ശരിക്കും ഞങ്ങൾ ഇന്ന് കാലിക്കറ്റിലേക്ക് തിരിച്ചു പോകാൻ നിന്നതായിരുന്നു. പിന്നെ ഇത്രയും ദൂരം വന്നിട്ട് ഇന്ന് തന്നെ പോയാൽ നമുക്കത് ഭയങ്കര നഷ്ടമായിരുന്നു കേട്ടോ. സോ ഇന്നത്തെ പോക്ക് ക്യാൻസൽ ചെയ്ത് അത് നാളത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഇന്ന് ഫുൾ ഡേ കൂടി അപ്പോൾ നമ്മളിവിടെ ഗോവയിൽ ഉണ്ടാകും. ഈ ഒരു ബോട്ടിങ്ങിന് ചെറിയ ചാർജേ വരുന്നുള്ളൂ കേട്ടോ. നമ്മുടെ കൂടെ ഈ ഒരു കപ്പിൾ കൂടി കയറിയതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു ചാർജ് കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ. ഇതിൽ കയറി കഴിഞ്ഞാൽ സൗത്ത് സൈഡിൽ വരുന്ന 1-2 ബീച്ചസ് കൂടി കാണാം കേട്ടോ. അപ്പോൾ അതിൽ വരുന്നതാണ് ബട്ടർഫ്ലൈ ബീച്ച്. ഈ ഒരു ബട്ടർഫ്ലൈ ബീച്ചിൽ നമുക്ക് ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം. അവിടുന്ന് ഈ കാണുന്ന ടേർട്ടിൽ റോക്ക്, പിന്നെ അതേപോലെ ഫുഡ് ഷേപ്ഡ് റോക്ക്, ഇതിനൊക്കെ മുമ്പ് നിന്ന് ഫോട്ടോസ് എടുക്കണമെങ്കിൽ എടുക്കട്ടോ. അപ്പോൾ ഇതൊക്കെയും ഈ ഒരു ബോട്ടിങ്ങിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ വരുന്നതാണ് ഡോൾഫിൻ സ്പോട്ട്. അപ്പോൾ പാലോളം ബീച്ചിൽ വരുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ബോട്ടിങ് മിസ് ചെയ്യാണ്ടിരിക്കുക. ഞങ്ങൾക്കും ഞങ്ങളുടെ കൂടെ ഉണ്ടായവർക്കും ഇവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കണമെന്ന് വലിയ നിർബന്ധമില്ലാത്തത് കൊണ്ട് നമ്മൾ നേരെ ഡോൾഫിൻസിനെയും കണ്ട് തിരിച്ചു പോകുന്നു കേട്ടോ. ഞങ്ങളുടെ സ്റ്റേയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞങ്ങൾ റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് റൂമിലേക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി കേട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് നോർത്ത് ഗോവ സൈഡിലേക്കാണ് കേട്ടോ. നമ്മൾ ഇന്ന് ഫുള്ള് കൂടിയേ നമ്മൾ ഗോവയിലുണ്ടാകുള്ളൂ. അത് കഴിഞ്ഞ് നാളെ പുലർച്ചെ നമ്മൾ ഇവിടുന്ന് ബാക്ക് ടു കാലിക്കറ്റ് പോകും. നമ്മളൊരു 11:30 ഒക്കെ ആയപ്പോൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ടോ. ഇനിയിപ്പം നേരെ പോകുന്നത് ബാഗ ബീച്ചിലേക്കാണ്. അതിൻ്റെ അടുത്ത് വെരി നിയർ ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് അഞ്ജന ബീച്ചും വരുന്നത്. സോ ഇത് ഗോവ നോർത്ത് സൈഡാണ് കേട്ടോ വരുന്നത്. സൗത്ത് ഗോവ ഭയങ്കര പീസാണെങ്കിൽ നോർത്ത് സൈഡ് ഫുൾ പാർട്ടി വൈബ് ആണെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു ഉച്ചക്ക് നല്ല ചൂട് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് പാലോളം ടു ബാഗ ഒരു 1 hour ട്രാവലിംഗ് വരുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ ലഞ്ച് കോപ്പർ ലൈഫ് റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഫുൾ നോൺ വെജ് തന്നെ ആയിരുന്നു. ഗോവയിൽ എത്തിയിട്ടും നോൺ വെജ്. അതുകൊണ്ട് ഇന്നത്തെ ലഞ്ച് നല്ല അടിപൊളി മീലായിരുന്നു കേട്ടോ. മീൽ ഒരുപാട് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ വെച്ച് നോക്കുമ്പോൾ നാട്ടിലത്തെ അതേ ടേസ്റ്റ് തന്നെ. എല്ലാ കറിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വന്നിരുന്ന് കഴിഞ്ഞാൽ കൈ കഴുകാനുള്ള വെള്ളം വരെ മുന്നിൽ വെച്ച് തരും കേട്ടോ. അതുകൊണ്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഫീഡ്ബാക്കും കൊടുത്തിട്ടായിരുന്നു നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ബാഗ ബീച്ചിലേക്കായിരുന്നു കേട്ടോ. ഇവിടെ എത്തി ആകെ മൊത്തത്തിലൊരു ക്ഷീണം. ഈ ഒരു 2 days ഇല്ലാത്ത ക്ഷീണമായിരുന്നു കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ എന്താ ക്ഷീണമെന്ന് മനസ്സിലാക്കാൻ ഒരുപാടൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല കേട്ടോ. ലഞ്ചിൻ്റെ എഫക്റ്റ് ആയിരുന്നു. നല്ല ഉറക്കം വന്നതുകൊണ്ട് തന്നെ നമ്മളൊരു 2 hours റൂം എടുക്കേണ്ടി വന്നു കേട്ടോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാലോളം ബീച്ച് ഭയങ്കര പീസ്ഫുൾ ആണെങ്കിൽ ഈ ഒരു നോർത്ത് സൈഡ് ഭയങ്കര വൈബാണ്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു ക്രൗഡും പിന്നെ സൗണ്ട്സൊക്കെ എനിക്ക് വല്ലാണ്ട് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ടൊന്ന് കാറിൽ കിടക്കാൻ വിചാരിച്ചാൽ പോലും പറ്റാത്തതുകൊണ്ടായിരുന്നു നമ്മൾ നേരെ ഒരു റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. നൈറ്റായി നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്ന ബ്രിട്ടോസ് റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു നമ്മൾ ഡിന്നർ കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നത്. ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആദ്യം ഉറങ്ങാൻ തുടങ്ങി കേട്ടോ. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈവനിങ് ആദ്യം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്തത് ഈ കാണുന്ന പാസ്ത ഒക്കെ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. ഇന്നും കൂടി ഗോവയിലുള്ളല്ലോ എന്ന് ഓർക്കുമ്പോൾ നല്ല സങ്കടമുണ്ട് കേട്ടോ. ഗോവ ശരിക്കും നമ്മൾ മിസ് ചെയ്യും, എസ്പെഷ്യലി പാലോളം. ഇപ്പോൾ പാർട്ടിനേക്കാട്ടിലും എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ പീസായിട്ട് ഇരിക്കുക എന്നുള്ളത്. അതെനിക്ക് ശരിക്കും പാലോളം ബീച്ചിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഞങ്ങളെപ്പോലെ ഫസ്റ്റായിട്ടാണ് ഗോവയിലേക്ക് വരുന്നതെങ്കിൽ ഞങ്ങൾ ചെയ്ത കുറച്ച് മണ്ടത്തരങ്ങൾ ചെയ്യാതിരിക്കുക കേട്ടോ. അതിൽ ആദ്യത്തേതായിരുന്നു ഗോവയിലേക്ക് ഒരു 2 days വന്നത്. 2 days ഒന്നും മതിയാവില്ല കേട്ടോ നമുക്ക് ഗോവ കാണണമെങ്കിൽ.
അപ്പോൾ ആ ഒരു കാര്യം ഒരു 1 വീക്കെങ്കിലും വരാൻ നോക്കുക. പിന്നെ ഉള്ളത് നമ്മൾ ബാഗാ ബീച്ചിലെത്തിയിട്ട് കിടന്നുറങ്ങിയത്, നമുക്ക് നല്ലൊരു ഈവനിങ് ആട്ടോ മിസ്സായത്. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ബാഗാ ബീച്ചിൽ കാർ എടുത്തിട്ട് വരികയാണെങ്കിൽ പാർക്കിംഗ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഈ ഒരു നോർത്ത് സൈഡിൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതാ ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇപ്പോൾ ഒരു 1 o'clock ആയിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെ ഒരു പെട്രോൾ പമ്പ് വരുന്നുണ്ട് കേട്ടോ. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരു 2-3 hours എങ്കിലും വണ്ടിയിൽ നിന്ന് തന്നെ കിടന്നുറങ്ങിയിട്ട് ഞങ്ങൾ ബാക്ക് ടു കാലിക്കറ്റ് പോരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. Continue on National Highway 66 for 123 kilometers.